എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് +1 ഇന്ത്യൻ എക്കണോമിയിലെ സെക്കൻഡ് ചാപ്റ്ററായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950-1990 അഥവാ ഇന്ത്യൻ എക്കണോമി 1950 to 1990 എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പം ഈ ചാപ്റ്ററിലേക്ക് പറയുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത് എന്താണ്? ഫസ്റ്റ് ചാപ്റ്ററിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ് പഠിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലത്തെ അല്ലെങ്കിൽ കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളെ പറ്റി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. കാർഷിക മേഖലയും മറ്റു മേഖലകളൊക്കെ തന്നെ എന്തായിരുന്നു, ഒരു വളർച്ച കുറവായ അല്ലെങ്കിൽ മുരടിച്ചൊരു അവസ്ഥയിലായിരുന്നു എന്നൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. എന്നാൽ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ 1950 മുതൽ 1990 വരെയുള്ള വികസനത്തെ പറ്റിയാണ്. ഓക്കെ, ഇന്ത്യൻ എക്കണോമിയിൽ 1950 മുതൽ 1990 വരെ ഉണ്ടായ മാറ്റത്തെ പറ്റിയാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായത്, ഇൻഡിപെൻഡൻസ് ലഭിച്ചത് അല്ലേ? അപ്പം എന്താണ്, കുറേ വർഷം നിലനിന്ന നമ്മുടെ ഈ കൊളോണിയൽ ഭരണം അതോടെ അവസാനിക്കുകയായി. അപ്പം ഈ ഒരു കൊളോണിയൽ ഭരണം അവസാനിച്ചതോടെ ഇന്ത്യ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ ഒന്നും തന്നെ മുമ്പോട്ട് നിന്നിരുന്നില്ല. ആ ഒരു അതേ മോശം അവസ്ഥയിൽ തന്നെയായിരുന്നു ഇന്ത്യ നിലനിന്നിരുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് കുറച്ച് കാലം ശേഷം. അപ്പം ആ ഒരു കാലത്തിൽ നേതാക്കന്മാർ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയായിരുന്നു മെയിനായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അപ്പം ഒരു രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കണമെങ്കിൽ ഒരു എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ വേണം. സമ്പദ് വ്യവസ്ഥകളെ പ്രധാനമായും 3 തരംതിരിക്കുന്നു. ഏതൊക്കെയാണവ? ആദ്യത്തേത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. മൂന്നാമത്തേത് മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ സമ്പദ് വ്യവസ്ഥകളെ അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റത്തെ 3 തിരിക്കാം. ഏതൊക്കെയാണ്? മുതലാളിത്തം, സോഷ്യലിസം, മിശ്ര സമ്പദ് വ്യവസ്ഥ. ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റംസ്. Economic systems can be broadly divided into capitalism, socialism and mixed economy. അപ്പോൾ ഇന്ത്യ സ്വീകരിച്ചത് മിക്സഡ് എക്കണോമിയാണ്, അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത് അല്ലേ? അപ്പം ഈ 3 തരം സമ്പദ് വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്ലാനിങ്ങിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ചെറുപ്പം തൊട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പ്ലാനിങ് അല്ലെങ്കിൽ പദ്ധതി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് പ്ലാനിങ്? നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കുറേ പ്ലാനിങ് ചെയ്യും അല്ലേ? പ്ലാനിങ് എന്തിനാണ് ചെയ്യുന്നത്? നമ്മളൊരു കാര്യം നന്നായി ചെയ്ത് തീർക്കണമെങ്കിൽ നമുക്ക് അതിനൊരു കറക്റ്റായൊരു പ്ലാൻ ഉണ്ടാവണം അല്ലേ? ഇപ്പോൾ പഠിക്കുന്നതാണെങ്കിൽ ഓരോരുത്തരും പലതരം പ്ലാൻസ് അല്ലെങ്കിൽ ടെക്നിക്സ് ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. അപ്പം എല്ലാത്തിനും ഒരു പ്ലാനിങ് വേണം. അപ്പം പ്ലാനിങ് എന്താണ്? Planning is a process by which resources are allocated according to the predetermined manner so as to achieve certain goals and targets within a specified time period. എന്താണ് പറയുന്നത്? എന്താണ് ആസൂത്രണം എന്ന് നമുക്ക് നോക്കാം. ചില നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി സാമൂഹിക സാമ്പത്തിക പ്രക്രിയകളെ രൂപപ്പെടുത്തുവാൻ ബോധപൂർവം നടപ്പാക്കുന്ന ഒരു രൂപരേഖയാണ് ആസൂത്രണം അഥവാ പദ്ധതി. അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ പദ്ധതിയുടെയും കാലാവധി 5 വർഷമാണ്. ഓക്കെ, 5 വർഷമാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 അത് പ്രത്യേകം ശ്രദ്ധിക്കണം, 1 വേർഡായിട്ട് ചോദിക്കും. ഇൻ 1915 ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ്. ഇൻ വിച്ച് ഇയർ ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എക്സാമിൽ ചോദിക്കുന്നതാണ്. അപ്പം ഏത് വർഷമാണ് നിങ്ങൾ നോക്കണം. 1950 പ്ലാനിംഗ് കമ്മീഷൻ. 1950 മാർച്ചിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. ഇതോടെയാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതി 5 ഇയർ പ്ലാൻസ് ആരംഭിച്ചത്. അപ്പം ഇവിടെ നമ്മുടെ പ്രസന്ന ചന്ദ്ര മഹലനോബിസിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം എന്താണ്? ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുന്നത്, ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പ്രസന്ന ചന്ദ്ര മഹലനോബിസാണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അദ്ദേഹത്തെ പറ്റി അങ്ങനെ ചോദിച്ച് കാണാറില്ല. എന്നാലും ഈ ഭാഗത്ത് ഏറ്റവും പ്രധാനമായിട്ടും 1 വേർഡായിട്ട് ചോദിക്കുന്നത് പ്ലാനിംഗ് കമ്മീഷൻ ഏത് വർഷമാണ് വന്നത് എന്നാണ്. അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞു 5 ഇയർ പ്ലാൻസിനെ പറ്റി പറഞ്ഞു എന്താണ് ഈ ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ചിൽ വന്നതോടെ ഈ പഞ്ചവത്സര പദ്ധതികളുടെ കാലം ആരംഭിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് എല്ലാ പദ്ധതികൾക്കും എന്തുണ്ട്? ഒരു ലക്ഷ്യമുണ്ട് അല്ലേ? ഒരു
കാര്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് എല്ലാ പദ്ധതികളും രൂപീകരിക്കുന്നത്. അപ്പം ഇന്ത്യൻ 5-year പ്ലാൻസ് ഹാവ് ക്ലിയർലി സ്പെസിഫൈഡ് ഗോൾസ് ലൈക്ക് ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. ദ ഗോൾസ് ഓഫ് 5-year പ്ലാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എപ്പോഴും 4 മാർക്കിന് ചോദിക്കും. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ആ ലക്ഷ്യങ്ങൾ? പോയിൻ്റായിട്ട് ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിവരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിവരണം നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി മതി. വിശദമാക്കാമെന്ന് ഇതുവരെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ വിശദമാക്കാമെന്ന് ചോദിച്ചിട്ടില്ല. എന്തൊക്കെയാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ, പൊതുവായ ലക്ഷ്യങ്ങൾ ഏവാന്നാണ് ചോദിക്കാറ്. അതായത് അപ്പം നമ്മൾ പോയിൻ്റായിട്ട് എഴുതിയാൽ മതി. എന്തൊക്കെയാണ്? ആദ്യത്തെ ലക്ഷ്യമാണ് ഗ്രോത്ത്. പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യത്തെ ലക്ഷ്യമാണ് എന്ത്? ഗ്രോത്ത്. രണ്ടാമത്തെ ലക്ഷ്യമാണെന്ത്? മോഡേണൈസേഷൻ. പഞ്ചവത്സര പദ്ധതിയുടെ രണ്ടാമത്തെ ലക്ഷ്യമാണ് മോഡേണൈസേഷൻ. മൂന്നാമത്തെ ലക്ഷ്യമാണ് സെൽഫ് റിലിയൻസ്. നാലാമത്തെ ലക്ഷ്യമാണ് ഈക്വിറ്റി. നമുക്ക് ഇതിൻ്റെ മലയാളം നോക്കാം. എന്തൊക്കെയാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ് പഞ്ചവത്സര പദ്ധതിയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ. അപ്പോൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് പഞ്ചവത്സര പദ്ധതിയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ ഏവ എന്ന് 4 മാർക്കിന് ചോദിക്കുന്നതാണ്. എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. ഇത് കണ്ടില്ലേ, ഇവിടെ സാമ്പത്തിക വളർച്ച എന്നാൽ എന്താണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ആധുനികവൽക്കരണം എന്നാൽ എന്തെന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്വാശ്രയത്വം, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി, സമത്വം, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം എക്സാമിന് ഇതുവരെ ഇതിനെപ്പറ്റി വിശദമായിട്ട് ചോദിച്ചിട്ടില്ല. അതായത് പോയിന്റ് മാത്രം ആയിട്ടാണ് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. ഇതുവരെ വിശദമായിട്ട് ചോദിച്ചിട്ടില്ല. എന്ന് വെച്ച് ഞാൻ ഒരിക്കലും പറയില്ല ഇത് വിശദമായിട്ട് പഠിക്കരുതെന്ന് പറയില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് ഒരു തവണയെങ്കിലും വായിച്ച് നോക്കിയിരിക്കണം. അപ്പം അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്ക്, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഇമ്പാക്റ്റ് ഓഫ് 5-year പ്ലാൻസ് ഓൺ ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പഞ്ചവത്സര പദ്ധതികളുടെ സ്വാധീനം. ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതികൾ, അതായത് 1951 മുതൽ 1990 വരെ ഉള്ള 1951 മുതൽ 1990 വരെ ഈ 4 ലക്ഷ്യങ്ങൾ നേടാൻ എങ്ങനെ ശ്രമിച്ചു. അതായത് നമ്മൾ പഠിച്ചു ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പഠിച്ചു അല്ലേ? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം, എന്തൊക്കെയായിരുന്നു? ഗ്രോത്ത്, ഇക്വിറ്റി, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, അതൊക്കെ പഠിച്ചു അല്ലേ? അപ്പം ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതികളും ഈ 4 ലക്ഷ്യങ്ങൾ നേടാൻ എങ്ങനെ ശ്രമിച്ചു എന്നും എത്രത്തോളം വിജയിച്ചു എന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം കൃഷി, വ്യവസായം, വ്യാപാരം എന്നീ മേഖലകളിൽ പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെ മേഖലകളാണ്? കൃഷി, അഗ്രികൾച്ചർ, വ്യവസായം, ഇൻഡസ്ട്രിയൽ, വ്യാപാരം, ട്രേഡ്, ഈ മേഖലയിൽ പഞ്ചവത്സര പദ്ധതി 5-year പ്ലാൻസ് കൊണ്ടുവന്ന മാറ്റങ്ങളെ പറ്റിയാണ് നോക്കുന്നത്. അതിൽ മെയിനായിട്ട് നിങ്ങൾ ഈ അഗ്രികൾച്ചർ മേഖലകളിലാണ് നോക്കേണ്ടത്. കൃഷിയിൽ എന്തൊക്കെയാണ് പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നതെന്ന് നോക്കണം. നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് ഭരണകാലത്ത് കാർഷിക മേഖല മുരടിച്ചു. ഈ ബ്രിട്ടീഷുകാരെ തുരത്തിയതിന് ശേഷവും കാർഷിക മേഖലയിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റം നടത്താൻ വേണ്ടി ഗവൺമെൻറ് 2 നയങ്ങൾ അല്ലെങ്കിൽ 2 പോളിസീസ് കൊണ്ടുവന്നു. അവ ഏതൊക്കെയാണ്? അത് ആദ്യത്തേതാണ് ഭൂപരിഷ്കരണം, രണ്ടാമത്തേതാണ് ഹരിത വിപ്ലവം. ഓക്കെ, ഇത് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ്? കാർഷിക മേഖലയെ മെച്ചപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം കൊണ്ടുവന്നത്. ചൂഷണപരമായ കുറേ മാറ്റങ്ങൾ കാർഷിക മേഖലയുടെ മുരടിപ്പിന് കാരണമായി. കാരണങ്ങളിൽ നിന്നും കാർഷിക മേഖലയെ പുരോഗമിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതികളൊക്കെ കൊണ്ടുവന്നത്. അപ്പം നമുക്ക് നോക്കാം. Agriculture suffered during the colonial period. The Zamindari system created inequity in land ownership. Zamindars become owner of the land. എന്നാണ് പറയുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിൽ കാർഷിക മേഖല മുരടിച്ചു അല്ലേ? സെമീന്ദാരി സിസ്റ്റം അല്ലെങ്കിൽ സെമീന്ദാരി സമ്പ്രദായം കാർഷിക മേഖലയിൽ ഒരു സമത്വമില്ലായ്മ കൊണ്ടുവന്നു. സെമീന്ദാരികൾ ഭൂമിയുടെ യഥാർത്ഥ ഉടമകളായി മാറി. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ കർഷകരുടെ കയ്യിൽ നിന്നും അവർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം വാങ്ങിയെടുത്തു എന്നാണ് പറയുന്നത്. അപ്പം after independence, the government of India began formulating policies to solve the problem in the agriculture sector. Two major initiatives were introduced in agriculture.
ദേവർ ലാൻഡ് റീഫോംസ് ആൻഡ് ഗ്രീൻ റവല്യൂഷൻ. കാർഷിക മേഖലയിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് നടപ്പാക്കിയ 2 പദ്ധതികളാണ് എന്തൊക്കെ? ലാൻഡ് റീഫോംസ് ഭൂപരിഷ്കരണവും ഗ്രീൻ റവല്യൂഷൻ ഹരിത വിപ്ലവം. ഇനി നമുക്ക് അവ രണ്ടും എന്താണെന്ന് നോക്കാം. ലാൻഡ് റീഫോംസ്. Land reforms mainly aimed at achieving equity in land distribution. The motto of the land reforms was land to the tiller. Land reforms mainly aimed, അതായത് ഭൂപരിഷ്കരണം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഭൂമി വിതരണത്തിൽ തുല്യത, ഭൂപരിധി നിർണയത്തിൽ തുല്യത കൊണ്ടുവരിക എന്നതാണ് ഈ ഭൂപരിഷ്കരണം എന്നുകൊണ്ട് അർത്ഥമാക്കിയത്. ഭൂമിയിൽ പണിയെടുക്കുന്ന കർഷകർക്ക് ഭൂമി തിരികെ നൽകുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അത് ആവശ്യം വെച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം ഭൂപരിഷ്കരണം എന്താണ് സൂചിപ്പിക്കുന്നത്. ഭൂപരിഷ്കരണം സൂചിപ്പിക്കുന്നത് കൈവശ ഭൂമിയുടെ ഉടമസ്ഥതയിലുള്ള മാറ്റത്തെയാണ്. കാർഷിക മേഖലയിലെ സമത്വം കൈവരിക്കുന്നത് അല്ലെങ്കിൽ സമത്വം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ഭൂപരിഷ്കരണം അല്ലെങ്കിൽ ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നത്. അപ്പം എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ലാൻഡ് റിഫോംസിൻ്റെ മെരിറ്റ്സും ഡീമെരിറ്റ്സും. അപ്പം മെരിറ്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഭൂപരിഷ്കരണം ഇടനിലക്കാരായ സെമീന്ദാർമാരുടെ ചൂഷണത്തിൽ നിന്നും കർഷകരെ സ്വതന്ത്രരാക്കി. അതായത് ഭൂപരിഷ്കരണം കർഷകരെ ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിച്ചു, അതാണ് പറയുന്നത്. രണ്ടാമത്തെ നേട്ടം എന്താണ്? ഭൂപരിഷ്കരണം കുടിയന്മാർക്ക് ഭൂവുടമസ്ഥാവകാശം നൽകി. ഭൂപരിഷ്കരണം നടപ്പാക്കുന്നതിന് മുമ്പ് വരെ എന്തായിരുന്നു? സെമീന്ദർമാരായിരുന്നു ഭൂമിയുടെ ഉടമകൾ. അപ്പം ഭൂപരിഷ്കരണം നടപ്പാക്കിയതോടെ യഥാർത്ഥ ഭൂവുടമകൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിച്ചു. ഇനി ഇതിൻ്റെ പരിമിതികൾ അല്ലെങ്കിൽ ദോഷങ്ങൾ നോക്കാം. ഈ ഭൂപരിഷ്കരണത്തിൻ്റെ നിയമനിർമ്മാണത്തിന് നിരവധി പഴുതുകൾ ഉണ്ടായിരുന്നു. ഈ പഴുത് ചൂഷണം ചെയ്തുകൊണ്ട് ഭൂമിയുടെ ഉടമസ്ഥ അവകാശം ഈ ചൂഷണം ചെയ്യുന്ന ആൾക്കാർ തന്നെ, അതായത് ഈ സെമീന്ദാർമാർ തന്നെ നേടിയെടുത്തു. നിയമനിർമ്മാണത്തിന് നിരവധി പഴുതുകൾ ഉണ്ടായിരുന്നു. അതോടെ ആ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സെമീന്ദാർമാർ തന്നെ ആ ഭൂമി വീണ്ടും നേടിയെടുത്തു. ചില പ്രദേശങ്ങളിൽ ഭൂവുടമകൾ കൃഷിക്കാരെന്ന് അവകാശപ്പെടുകയും യഥാർത്ഥ കുടിയന്മാർ കുടിയൊഴിപ്പിച്ച് ഭൂവുടമാവകാശം നിലനിർത്തുകയും ചെയ്തു. അതായത് അവർ ചില നാടകങ്ങളിലൂടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയെടുത്തു എന്നാണ് പറയുന്നത്. നാടകങ്ങളിലൂടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയെടുത്തു. അപ്പം ഇതാണ് കാർഷിക മേഖലയിൽ സമത്വം കൊണ്ടുവരാൻ വേണ്ടി നടപ്പാക്കിയ ആദ്യത്തെ പദ്ധതിയാണ് ലാൻഡ് റീഫോംസ്, ഭൂപരിഷ്കരണം. ഇനി രണ്ടാമത്തെ പദ്ധതിയാണ് ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇത് രണ്ടും എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഹരിത വിപ്ലവം 4 മാർക്കിനൊക്കെയാണ് ചോദിച്ചു കാണാറ്. അപ്പം എന്താണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് നോക്കാം. അതിൻ്റെ നിർവചനം നമുക്ക് നോക്കാം. ഗ്രീൻ റവല്യൂഷൻ്റെ ശരിയായ ജലസേചനം, വളപ്രയോഗം, കീടനാശിനികളുടെ ഉപയോഗം എന്നിവയോടൊപ്പം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതിനെയാണ് ഹരിത വിപ്ലവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വമ്പിച്ച കുതിച്ചുചാട്ടത്തെയാണ് നമ്മൾ ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വമ്പിച്ച കുതിച്ചുചാട്ടത്തെയാണ് ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രീൻ റവല്യൂഷൻ്റെമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ഒരു ഭാഗം നോക്കാം. ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യേകതകൾ, അതായത് ഫീച്ചേഴ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതായത് ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ: അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം, അതായത് HYV വിത്തിനങ്ങളുടെ ഉപയോഗം, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം. മൂന്നാമത്തെ പോയിന്റ് ട്രാക്ടർ, പവർ ടില്ലറുകൾ, പമ്പ് സെറ്റുകൾ എന്നിവയുടെ ഉപയോഗം. അഞ്ചാമത്തെ പോയിന്റ് മികച്ച ജലസേചന സൗകര്യങ്ങളുടെ ഉപയോഗം. അടുത്ത പോയിന്റ് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ. എന്തൊക്കെയാണ് ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യേകതകൾ? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, ട്രാക്ടർ, പവർ ടില്ലറുകൾ മുതലായ പമ്പ് സെറ്റുകൾ മുതലായവയുടെ ഉപയോഗം, മികച്ച ജലസേചന സൗകര്യങ്ങളുടെ ഉപയോഗം, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ. ഇതാണ് ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യേകതകൾ. നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻസ് ഓഫ് ദ ഗ്രീൻ റവല്യൂഷൻ: യൂസ് ഓഫ് ഹൈ yielding വെറൈറ്റി സീഡ്സ്, യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, use of modern implements like tractors, pump set, etc. Irrigation, marketing facilities for agriculture produce. അപ്പം ഇതിലേതെങ്കിലും 4 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്തതാണ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ.